ഹലോ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ മൂഡ് കാണിച്ചു എന്ന് പറയല്ലേ കേട്ടോ. ഞാനിന്ന് ഓഫീസിലെത്തിയപ്പോൾ തന്നെ ആദ്യം തന്നെ കണ്ട കാഴ്ചയാണ്. ഇവിടെയുള്ള കുറേ ഇങ്ങനെ കാട് പോലെ ഒരു ഭംഗിയില്ലാണ്ട് വളർന്നിരിക്കുന്ന ചെടികളൊക്കെ അവർ മാറ്റുകയാണ്. അപ്പോൾ അതിൽ ഫില്ല് ചെയ്യാനുള്ള എന്താ പറയുക, എനിക്ക് എന്താ ഐറ്റത്തിൻ്റെ പേരറിയില്ല, ആ സംഭവമൊക്കെ ആയിട്ട് ഇവരിങ്ങനെ കുറേ ചാക്ക് കണക്കിന് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന ഈ ചെടികളൊക്കെ മാറ്റിയിട്ട് അവർ പുതിയത് റീഫില്ല് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ മൊത്തം ആകെ ലഹളോ ബഹളയായിരുന്നു കേട്ടോ. കാരണം അവിടെ ഇരിക്കേണ്ട സ്ഥലത്തൊക്കെയാണ് ഇവരിങ്ങനെ നിന്നിട്ട് പണിയണേ. അപ്പോൾ എല്ലാവരും ഇരിക്കാൻ സ്ഥലമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആകെ മൊത്തം തിക്കും തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് കഴിഞ്ഞ്, ഇതാണ് കേട്ടോ എൻ്റെ ഓഫീസ്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ടെമോന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ടെന്ന്. ഇവിടെ എന്തായാലും ഡോർ ടു ഡോർ സർവീസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കൊറിയർ പാർട്ട്ണറിൽ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത് അവിടേക്ക് നമ്മളുടെ കൊറിയർ വരും. അങ്ങനെയാണ് നമ്മളുണ്ട് അവിടെ പോയിട്ട് നമ്മുടെ കോഡ് അടിച്ചു കൊടുത്ത് നമ്മൾ അവിടെ പോയി പിക്ക് ചെയ്യണം. ഈ ഒരു കാളയുടെ ഇത് കണ്ടു, ഇവിടെ ഫുൾ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എൻ്റെ കൊറിയർ കോഡ് അടിച്ചു കൊടുത്തിട്ട് എൻ്റെ കൊറിയർ എടുത്തിട്ട് ഞാൻ പിന്നെ നേരെ പോയത് ഈ കാളയുടെ ആ ഒരു രൂപം കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലോട്ട്. അതൊരു ഫാമിൽ നിന്ന് ഡയറക്റ്റ് പ്രൊഡക്റ്റ് കൊണ്ടുവരുന്ന ഐറ്റംസ് ഉള്ള ഒരു കടയാണ് കേട്ടോ. അവിടെ കുറേ മിൽക്കിൻ്റെ പ്രൊഡക്റ്റുകളും പാലിൻ്റെ ഐറ്റംസ്, പിന്നെ കുറേ ഐറ്റംസ് കിട്ടും കേട്ടോ. പിന്നെ ടർക്കിഷ് ഫുഡൊക്കെ കിട്ടും അവിടെ. പിന്നെ കുറേ മീറ്റ്, അതായത് പോർക്ക്, ബീഫ്, ചിക്കൻ, അങ്ങനത്തെ എല്ലാത്തരം മീറ്റും ഉണക്കിയതും ഫ്രഷ് ആയിട്ടുള്ളതും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ചെറിയൊരു ബൊഫേ സെറ്റപ്പും ഉണ്ട്. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരപ്പം തന്നെ സെറ്റ് ചെയ്ത് തരും. പിന്നെ ഞാൻ നേരെ ഉള്ളിലോട്ട് പോയത് മാക്സിമയിലോട്ടാണ്. കുറച്ച് ഐറ്റംസും വാങ്ങിക്കാനാവും. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും മാക്സിമയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മാങ്ങ നോക്കിയിട്ട്, ഞാൻ എപ്പോൾ മീൻകറി വെക്കാൻ മാങ്ങ എടുത്താലും ഇവിടെ പഴുത്ത മാങ്ങ കിട്ടുള്ളൂ. ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് വരുമ്പോഴേക്കും പഴുക്കണുണ്ടാവും. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ബാഗൊക്കെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തു. കാരണം എനിക്ക് OCDയുടെ ഇത് കുറച്ചധികം ഉണ്ട്. അങ്ങനെ ഞാൻ എല്ലാം എടുത്തില്ലേ എന്നൊക്കെ ഡബിൾ ചെക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ. ബൈ.